നാവിൽ അലിഞ്ഞു പോകും ചെട്ടിനാട് പാൽ കൊഴുക്കട്ട. സൂപ്പർ ടേസ്റ്റിയാണ്. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഒരു ബോളിലേക്ക് 1 കപ്പ് വറുത്ത പച്ചരിപ്പൊടി ചേർത്തിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും നെയ്യും ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ചേർത്ത് നമ്മുടെ ഇടിയപ്പത്തിനൊക്കെ മാവ് കുഴക്കില്ലേ അതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ടോ ബട്ടൻ്റെ രീതിയിൽ റോള് പോലെ ഒക്കെ ഒന്ന് ഉരുട്ടിയെടുക്കാവുന്നതാണ്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഞാൻ ഇതുപോലെ എല്ലാം ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി 2 കപ്പ് അളവിൽ വെള്ളം വെച്ച് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ റോൾ ചെയ്ത് വെച്ചിരിക്കുന്നതെല്ലാം ഇതിലേക്ക് ചേർക്കാം. ഇത് ചേർത്ത ഉടനെ തന്നെ ഇളക്കി കൊടുക്കരുതെങ്കിൽ പിന്നെ പൊടിഞ്ഞു പോകും. ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നല്ല രീതിക്ക് നമുക്ക് ഇളക്കി കൊടുക്കാവുന്നതാണ്. നന്നായിട്ട് ഒന്ന് വെന്ത് വരുമ്പോൾ ഇതുപോലെ ഇങ്ങനെ കുറുകി കിട്ടും കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ട് കുറച്ച് ശർക്കരപ്പാനി ചേർക്കാം. കൂടെ ഒരു 1/2 കപ്പ് അളവിൽ നല്ല കട്ടി തേങ്ങാപ്പാലും കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് എല്ലാം കൂടി നല്ല രീതിക്ക് തന്നെ യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. ലാസ്റ്റ് നല്ല ഫ്രഷ് ആയിട്ട് ചിരകിയ തേങ്ങയും കൂടി ചേർത്ത് നമുക്ക് നല്ല സൂപ്പറായിട്ട് ഒന്ന് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു പാൽക്കൊഴുക്കട്ടയാണ്. അപ്പോൾ ഇതുപോലുള്ള ഈസി റെസിപ്പികളെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ.